അധ്യക്ഷൻ, സംപൂജ്യരായ ഗുരുജനങ്ങളെ, വളരെ ആദരണീയരായ അതിഥികളെ, വിവിധ സംഘടനകളുടെ ശക്തരായ കരുത്തുറ്റ സാരഥികളെ, എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര ഇവിടെ എത്തിയിരിക്കുന്ന സംഘടനകളുടെ പ്രതിനിധികളെ, ഓരോ സംഘടനയുടെയും പ്രതിനിധികളെ നോക്കി ഞാൻ പറഞ്ഞാൽ പോലും ഒരു മണിക്കൂർ കൊണ്ടും തീരാത്ത വിധത്തിൽ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന നേതാക്കളെ, ആദ്യം തന്നെ കുടുംബാംഗങ്ങളെ, അമ്മമാരെ, എന്റെ സർവസങ്കല്പങ്ങളും ഭാരതത്തിലെ സമസ്ത ഗുരു പരമ്പരയുടെയും ആചാര്യന്മാരുടെ പദകമലങ്ങളിലും കരിയുഗവരനായ അയ്യപ്പൻ ഭഗവാന്റെ സങ്കല്പം കൊണ്ട് പരമപവിത്രമായിരിക്കുന്ന നിങ്ങളുടെയൊക്കെ മനസ്ഥിതിയിലും എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ ഹൃദയവടികളിലും പൂജാപുഷ്പങ്ങളായി അർപ്പിച്ചുകൊള്ളട്ടെ. ഈശ്വരൻ നിങ്ങളെ കാണുന്നത് പോലെ കാണാം. അടുത്തു വന്നിരിക്കും. സഗുണരൂപത്തിൽ അമ്മ സംസാരിക്കും. പറയുന്നത് എഴുതിയെടുക്കുവാൻ കഴിയും. അത്രത്തോളം ഈശ്വരൻ സത്യമാണ് എന്ന് സ്വന്തം തപസ്സിന്റെ അനുഭവത്തിലൂടെ കണ്ടെടുത്ത പൊതുവേദികളിൽ പോലും പ്രഖ്യാപിച്ചിട്ടുള്ള ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങളുടെ ആശ്രമത്തിലുള്ള ഒരു എളിയ വ്യക്തിയാണ് ഞാൻ. ഇവിടെ ഏതോ ഒരു വികസന പ്രവർത്തനത്തിന്റെ, ശബരിമല വികസനത്തിന്റെയും ഒക്കെ പദ്ധതികൾ നടപ്പാക്കാൻ പോകുന്നു എന്ന് കേട്ടു. ഏതോ റോഡ് പണിഞ്ഞും ഏതോ പാലം കെട്ടിയും ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്തും ശബരിമല വികസിപ്പിക്കുവാനുള്ള തീരുമാനം, പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനം AKV ഭവനിൽ നിന്നെടുത്ത് ഇവിടെ അവതരിപ്പിച്ചാൽ ഇവിടെ ആരും അതിനെ അനുസരിക്കാൻ പോകുന്നില്ല എന്ന് അതിനെ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങൾ ഈ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലുമുള്ള തന്ത്രിമാരെയും എഞ്ചിനീയർമാരെയും അതുപോലെ തന്നെ സകല സാങ്കേതിക വിദഗ്ധരെയും ജ്യോതിഷന്മാരെയും ആർക്കിടെക്റ്റുകളെയും ഭക്തന്മാരെയും സർവ്വസംഘടനയുടെയും നേതാക്കളെയും ഒക്കെ ഈ 12 കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി സമഗ്രമായ ഒരു പദ്ധതി ശബരിമല വികസനത്തിന് വേണ്ടി അവതരിപ്പിച്ചിട്ടുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് ഹരിവരാസനം പദ്ധതി. 1,00,000 ആളുകൾക്ക് ഒരേ സമയം നിന്ന് ഭഗവാന്റെ ദർശനം നടത്തുവാൻ തക്കവിധം സമഗ്രമായ സമ്പൂർണമായ കുറ്റമറ്റ ഒരു പദ്ധതിയാണ് ആ ഹരിവരാസനം പദ്ധതി. അത് അവതരിപ്പിച്ചിട്ട് അതിൽ തിരിഞ്ഞു നോക്കാതെ, അതിൽ യാതൊരു ഗൗരവവും കൽപ്പിക്കാതെ പുതിയ പദ്ധതികളുമായി കടന്നു വന്നിരിക്കുകയാണ്. വരുന്ന 100 വർഷം വരാനിരിക്കുന്ന ഭക്തജന സഞ്ചയത്തിന് യാതൊരു വിഷമവും കൂടാതെ തീർത്ഥാടനം നടത്തി ദർശനം നടത്തി കടന്നു പോകുവാൻ തക്കവിധത്തിലുള്ള ഒരു പദ്ധതിയെ പുല്ലുവില പോലും കൽപ്പിക്കാതെ വലിച്ചെറിഞ്ഞുകൊണ്ട് എന്ത് പദ്ധതിയാണ് ഇവിടുത്തെ അവിശ്വാസികൾ നടപ്പാക്കാൻ പോകുന്നതെന്ന് അറിയുവാൻ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക്, അയ്യപ്പ ഭക്തന്മാർക്ക് താല്പര്യമുണ്ട്. അവിടെ ശബരിമലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. തത്വമസി, അതിന് പല അർത്ഥങ്ങളുണ്ട്. അത് നീയാകുന്നു. 2018-ലും 2019-ലും ഒക്കെ പാവപ്പെട്ട ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാരെ തല്ലിച്ചതച്ച് നിരപരാധികളുടെ പേരിൽ കേസെടുത്ത് ഇന്നും കോടതി കയറി ഇറങ്ങുവാൻ തക്ക വിധത്തിൽ അവരെ ആക്ഷേപിക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്ത ഈ സർക്കാർ, അത് നീയാണ്. തത്വമസി, അത് നീയാകുന്നു. ശബരിമലയുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒന്നും ബഹുമാനിക്കാതെ അശുദ്ധിയുള്ള മഹിളകളെ പോലും യുവതികളെ പോലും രഹസ്യമായി തന്റെ ഇവിടുത്തെ ഗവൺമെന്റിന്റെ വാഹനങ്ങളിൽ കടത്തി അയ്യപ്പന്റെ ദർശനം നടത്തുവാൻ പറഞ്ഞുവിട്ട അത് നീയാകുന്നു. തത്വമസി. ആ നീ ഇവിടുത്തെ അവിശ്വാസി സർക്കാരാണ് എങ്കിൽ ആ അവിശ്വാസി സർക്കാരിന് ശബരിമലയുമായി എന്താണ് ബന്ധം? ശബരിമലയിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരു ചുട്ടും ചെയ്യാൻ പോകുന്നില്ല. ഇതൊക്കെ നല്ലതാണ്. കാരണം എന്തെന്നറിയുമോ? കാരണം ഭഗവത്ഗീതയുടെ ശ്ലോകമാണല്ലോ ഇവിടെ അദ്ദേഹം പറഞ്ഞത്. അതിൽ അവസാനം ഒരു ശ്ലോകമുണ്ട്. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂ
അർത്ഥമുണ്ട്. ആ അർത്ഥം നിങ്ങൾക്കൊക്കെ അറിയാം. എവിടെയാണ് യോഗേശ്വരനായ കൃഷ്ണനും ധനുർധരനായ പാർത്ഥനുള്ളത്, അവിടെ വിജയമുണ്ടാകുന്നു എന്ന്. പക്ഷേ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്താണ്? എവിടെയാണോ ധനുർധരനായ ഭക്തന്മാരും യോഗേശ്വരനായ അയ്യപ്പനുള്ളത്, അവിടെ വിജയമുണ്ടാകുന്നു. അവിടെ വിജയമുണ്ടാകുന്നു. ആ വിജയന് അയ്യപ്പ സന്നിധിയിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഇത് വോട്ട് പിടിക്കാനുള്ള തന്ത്രമാണ്. ഈ തന്ത്രം ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാരൊക്കെ അടുത്ത് വില പോവില്ല എന്നുള്ളത് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എന്തെല്ലാമാണ് ഭഗവത്ഗീത ആരോ എഴുതി കൊടുത്തത്, കാണാതെ പോലും പഠിച്ചു വന്ന് പറയുവാനുള്ള സാമർഥ്യമില്ലാത്ത പടുവിദ്യകൾ അധികാരത്തിന്റെ കസേരയിൽ കടന്നിരുന്നുകൊണ്ട് ഇവിടുത്തെ ഭക്തന്മാരെ ഭരിക്കുമ്പോൾ ഐക്യതയില്ലാതെ ധർമ്മത്തെ സ്നേഹിക്കുന്നവനെ, ധർമ്മത്തെ പോഷിപ്പിക്കുന്നവനെ, ധാർമ്മികമായ ചിന്താഗതിയിൽ ഒരു തലമുറയെ വളർത്തിയെടുക്കുവാൻ കരുത്തുള്ള ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ കഴിയാതെ പോയ നമ്മുടെ പരാജയമാണ് അതിന് കാരണം. അതിന് പരിഹാരം കാണേണ്ടത് നമ്മൾ തന്നെയാണ്. ഇവിടെ മറ്റൊന്ന് പറയുന്നത് കേട്ടു, വാവരെ പറ്റി. വാവരൻ എന്ന് പറയുന്നത് ഇല്ല പോലും. പരമപൂജ്യ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ 25-30 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ശബരിമലയിൽ വെച്ചിരിക്കുന്നത് വാവരെയാണ്. വാവരയ്ക്ക് ശബരിമലയുമായും അയ്യപ്പനുമായും കുലബന്ധം പോലുമില്ല. ആ വാവര് മുസ്ലിം ആക്രമണകാരിയാണ്. അയ്യപ്പനെ ആക്രമിച്ച് യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ കടന്നു വന്ന തീവ്രവാദിയാണ്. അയാൾ പൂജിക്കപ്പെടേണ്ടവരല്ല, പൂജ്യമല്ല. പിന്നെ പൂജിക്കപ്പെടേണ്ടത് ആര് എന്ന് ചോദിച്ചാൽ വാപുരൻ. മറന്നുപോയത്. സർവ അയ്യപ്പ ഭക്തന്മാരോടും ഞാൻ അടിവരയിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു, വാവരല്ല, വാപുരസ്വാമി. ആരാണ് ഈ വാപുരൻ? ഗ്രന്ഥങ്ങൾ നിരത്തി ഇവിടുത്തെ ഹൈന്ദവ സംഘടന നേതാക്കൾ പ്രഖ്യാപിച്ചു വാപുരൻ ആര് എന്ന്. ഗ്രന്ഥങ്ങളുണ്ട്, പ്രമാണങ്ങളുണ്ട്, ശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്. വാപുരൻ ശിവന്റെ ഭൂതമാണ്. അതുകൊണ്ട് തന്നെ അയ്യപ്പനെ സഹായിക്കുവാൻ ശിവനയച്ച ഭൂതമാണ് വാപുരസ്വാമി. ആ വാപുരസ്വാമിയുടെ അനുഗ്രഹം ഇവിടുത്തെ അയ്യപ്പന്മാർക്ക് ഉണ്ടാകട്ടെ. ആ വാപുരസ്വാമിയുടെ നടയിൽ ചെന്നുകൊണ്ട് തേടിയടിച്ച് അയ്യപ്പനെ ദർശിക്കുവാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കണം. അതിനുവേണ്ടിയാണ് എരുമേലിയിൽ ഇന്ന് വാപുരന്റെ പേരിൽ ഒരു മഹാക്ഷേത്രം ഉയരുവാൻ പോകുന്നത്. അത് കെട്ടുന്നതിന് ആർക്കാണ് ഇവിടെ തടസ്സം? ആർക്കാണ് ഇവിടെ ഒരു ചൊറിച്ചിൽ? അതൊക്കെ ഇവിടെ വച്ചിരുന്നാൽ മതി. ഇതൊന്നും ഇവിടെ വിലപ്പോയില്ല. അതുകൊണ്ട് നമ്മൾ സംഘടിക്കണം, ശക്തരായി നമ്മൾ മുന്നോട്ട് വരണം. ഏകോദര സഹോദരന്മാരെ പോലെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവമെന്ന് പ്രഖ്യാപിച്ച ആ മഹത്തായ സങ്കല്പം, ജാതി ഒന്നേ ഉള്ളൂ എന്നല്ല പറഞ്ഞത്. ചമ്മന്തി കഴിക്കണമെങ്കിൽ 5 ജാതി മിനിമം അതിൽ വീഴണം. വേണ്ടേ? നമ്മുടെ ശരീരം സൃഷ്ടിച്ചിരിക്കുന്നത് 5 ജാതികൾ കൊണ്ടാണ്: ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കാള നന്നാകേണ്ടെന്നല്ല, പൂച്ച നന്നാകേണ്ടെന്നല്ല, പട്ടി നന്നാകേണ്ടെന്നല്ല. അർത്ഥമറിയുവാൻ നമുക്ക് കഴിയട്ടെ, അതിനുള്ള ചിന്ത നമുക്കുണ്ടാകട്ടെ. എന്നാൽ മാത്രമേ നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കുവാൻ നമുക്ക് കഴിയൂ. അത് ചിന്തിക്കുവാൻ ഉള്ള സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ലക്ഷക്കണക്കിനുള്ള ഭക്തന്മാർ ഒരുമിച്ച് ചേർന്ന് അയ്യപ്പന്റെ സംസ്കാരത്തെ നിലനിർത്തുവാൻ ഉള്ള ഈ വലിയ സംരംഭം മഹത്തായ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിനുള്ള എല്ലാ സങ്കല്പങ്ങളും സമർപ്പിക്കുകയാണ്. ശബരിമല ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലക്ഷക്കണക്കിന് ഭക്തന്മാർ കടന്നുപോയ, അവിടെ പോയി നമസ്കരിച്ച സന്നിധാനമാണ്. അതിന് ആർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയുകയില്ല. സനാതന ധർമ്മത്തെ ചവിട്ടിമതിക്കുവാൻ നൂറ്റാണ്ടുകളോളം ഇവിടെ കടന്നു വന്ന് ഭരിച്ച, നമ്മുടെ ഖജനാവുകൾ കൊള്ളയടിച്ച, നമ്മുടെ ഗ്രന്ഥമുറകൾ തീവച്ച് നശിപ്പിച്ച, നമ്മുടെ പാവപ്പെട്ട ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്തും അല്ലാതെയും കൊന്നൊടുക്കിയ മുഗളന്മാർക്കും ബ്രിട്ടീഷുകാർക്കും കഴിഞ്ഞില്ല. പിന്നെയാണോ ഇവിടെയുള്ള DMK കാരന്? പിന്നെയാണോ ഇവിടെയുള്ള CPM കാരന്? സനാതന ധർമ്മത്തെ ചവിട്ടി മതിക്കുകയാണ്. ഇന്നിവിടെ നേരത്തെ സൂചിപ്പിച്ചു, ആനയുടെ മുകളിൽ കയറി എറുമ്പ് ചവിട്ടി മതിച്ചാൽ ആനയ്ക്കൊരു ചുക്കും വരാനില്ല, യാതൊരു സംശയവുമില്ല. പിന്നെ അവിശ്വാസിയാണ് പോലും. ആരാണ് വിശ്വാസി? ആരാണ് വിശ്വാസി? നിങ്ങളൊക്കെ അവിശ്വാസികളാണോ വിശ്വാസികളാണോ? വിശ്വാസികളാണോ അവിശ്വാസികളാണോ? ഇതിനും 2 അർത്ഥമുണ്ട്. ഇത് പകലെന്ന് വിശ്വസിക്കുന്നുവോ രാത്രി എന്ന് വിശ്വസിക്കുന്നുവോ? നിങ്ങൾ പകലെന്ന് വിശ്വസിക്കുന്നുവോ രാത്രി എന്ന് വിശ്വസിക്കുന്നുവോ?
വിശ്വസിച്ചിട്ടില്ല ഈശ്വരനിൽ. കാരണം അത് അവർ ഉള്ളതാണ്, അത് പകൽ പോലെയാണ്, അവന്റെ പെറ്റമ്മയെ പോലെയാണ്, അവന്റെ പെറ്റ നാടിനെ പോലെയാണ്. പിന്നെ എവിടെയാണ് വിശ്വാസം ആവശ്യം? ആചാരങ്ങളിൽ വിശ്വാസം വേണം. ഇന്ന ആചാരത്തിലൂടെ പോയാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ കഴിയും. ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ഇന്ന അനുഷ്ഠാനം ഉണ്ടാകണം. ആ അനുഷ്ഠാനത്തിൽ ഉറച്ച വിശ്വാസം വേണം. ഇന്ന ഗുരുവിന് എന്നെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുവാൻ കഴിയും. ആ ഗുരുവിൽ വിശ്വാസം വേണം. ആ വിശ്വാസമാണ് നമുക്ക് ആവശ്യം. അതാണ് ഇവിടെ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ നിരീശ്വരവാദിക്ക് വിശ്വാസമില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഞാൻ നിർത്തുകയാണ്. 10 മിനിറ്റാണ് അനുവദിച്ചിരിക്കുന്നത്, സമയത്തിന്റെ കുറവുണ്ട്. ഇവിടുത്തെ നിരീശ്വരവാദിക്ക് വിശ്വാസമില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇവിടുത്തെ നിരീശ്വരവാദിക്ക് വിശ്വാസമുണ്ട്. കാരണം ഇന്ന പാർട്ടിയിൽ ചേർന്നാൽ നമുക്ക് കസേര കിട്ടും, ഇന്ന ഗ്രൂപ്പിൽ ചേർന്നാൽ അധികാരം കിട്ടും, ഇന്ന ഗ്രൂപ്പിനോട് നിന്നാൽ മുഖ്യമന്ത്രിയാകാം, ഇന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ പോളിറ്റ് ബ്യൂറോ അംഗമാകാം, ഇന്ന മുദ്രാവാക്യം വിളിച്ചാൽ അണികൾ കൂടെ ചേരും. ഇതൊക്കെ വിശ്വാസമാണ്. അവർ വിശ്വാസികളാണ്, യാതൊരു സംശയവും വേണ്ട. വിശ്വാസമില്ലാത്തതിന് ഈ ഭൂമുഖത്ത് നിലനിൽപ്പില്ല. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലോകം തന്നെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് യാതൊരു സംശയവും വേണ്ട, ഈ സംസ്കാരം ഒരിക്കലും ആർക്കും തകർക്കുവാൻ കഴിയുന്നതല്ല. ആരാക്ഷേപിച്ചാലും അപവദിച്ചാലും ഈ സംസ്കാരം മതങ്ങളുടെ മാതാവ് എന്നുള്ള നിലയിൽ, ശാസ്ത്രങ്ങളുടെ ശാസ്ത്രം എന്നുള്ള നിലയിൽ ഈ ലോകത്തിനാകമാനം വെളിച്ചം പകർന്നുകൊണ്ട് വസുധൈവ കുടുംബം എന്ന് പ്രഖ്യാപിച്ച ആ മഹത്തായ സംസ്കാരത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഈ ലോകത്തിന് തന്നെ ദീപമായി വിളക്കായി നിലകൊള്ളും. ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് സമസ്ത സന്യാസി സമൂഹത്തിന്റെയും ഒരു പ്രതിനിധി എന്നുള്ള നിലയിലാണ്. ആശ്രമത്തിൽ ഇരുന്നുകൊണ്ട് രാമരാമ 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 പാഹിമാം എന്ന് ജപിച്ചുകൊണ്ടിരിക്കേണ്ടുന്ന ഞങ്ങളെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുകയാണ്. നല്ല ചൂടാണ്, വേർക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വിഷമമില്ല. കാരണം ഇത് ധർമ്മസമരമാണ്. രാവണനെ വധിക്കുവാൻ അസ്ത്രം കൊടുത്ത, ആയുധം കൊടുത്ത, മന്ത്രം കൊടുത്ത അഗസ്ത്യന്റെ സംസ്കാരം അത് ഈ ഭാരതത്തിന്റെ സംസ്കാരമാണ്. അത് രാമന്റെ സംസ്കാരമാണ്. അത് ആധ്യാത്മിക പാരമ്പര്യമാണ്. ശാസ്ത്രവീര്യവും ബ്രഹ്മതേജസ്സും ഒരുമിച്ചവനാകണം സന്യാസി എന്ന് പഠിപ്പിച്ചുകൊണ്ട് യുദ്ധം എന്ന് പറയുന്നത് ധർമ്മം നിലനിൽക്കുവാൻ ആവശ്യമാണെങ്കിൽ അത് ചെയ്യണമെന്നും അത് വിജയിക്കണമെന്നും പഠിപ്പിച്ച സന്യാസി സ്വന്തം ശരീരത്തിന് പുല്ലുവില പോലും കൽപ്പിക്കാതെ ത്യാഗോജ്വലമായ ധാർമ്മികമായ നിഷ്ഠയോടുകൂടി ഈ രാജ്യത്ത് മാതൃക കാണിച്ച ആ ഏറ്റവും വലിയ സനാതന ധർമ്മത്തിന്റെ പരമ്പരയിൽ ഒരു എളിയ വ്യക്തിയായി ഇവിടെ വന്ന് നിങ്ങളൊക്കെ അഭിസംബോധന ചെയ്യുവാൻ ഉള്ള അവസരം തന്നത് എന്റെ ഗുരുനാഥന്റെ അനുഗ്രഹമാണ്. ശബരിമലയിൽ പോയി 3 ദിവസം ഊണുറക്കവുമില്ലാതെ ശ്രീ കുമ്മനം രാജശേഖരൻ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം സ്വാമിജിയോട് കൂടെ ഉണ്ടായിരുന്നു. ഊണുറക്കവുമില്ലാതെ അദ്ദേഹത്തിന്റെ തലയിൽ രാത്രി 1:30 മണിക്ക് മൂളിൽ നിന്നൊരു അയ്യപ്പൻ മൂത്രമൊഴിച്ചു. അദ്ദേഹം തന്നെ ആ കഥ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ക്ലീൻ പറഞ്ഞിട്ട് ഇതൊക്കെ പഞ്ചഭൂതമല്ലേ, യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അതൊക്കെ അപ്പുറത്ത് പോയി 3:30 മണിയാകുമ്പോൾ കഴുകിക്കളഞ്ഞ് ഒരു അരമണിക്കൂർ മാത്രം വിശ്രമിച്ച് വീണ്ടും അടുത്ത ദിവസം ശുചീകരണത്തിന് വേണ്ടി ഇറങ്ങി അങ്ങോട്ട് നമ്മുടെ നാടിന് എല്ലാവിധത്തിലുള്ള മാതൃക കാണിച്ച് നേതൃത്വം കൊടുത്ത് നിലയ്ക്കൽ ധർമ്മസമര സേനാനിയായി ഏറ്റവും മുന്നിൽ നിന്നും പടപൊരുതിയ ആ മഹാത്മാവിന്റെ സംസ്കാരം, ആ സംസ്കാരം ഉൾക്കൊള്ളുവാൻ നമ്മുടെ ജനതയ്ക്ക് കഴിയട്ടെ. ആ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് കർണാടകത്തിന്റെ വന്ദിതാരായ സൂര്യ Surya. He is Surya Tejas. He is the Surya Tejas in the Parliament. So I am very much happy to see him here and get him here. And Annamalai. He is not only Annamalai, he is really Thiru Annamalai, Bhagavan Shiva himself. So his leadership is very much valuable to us. We have all respect to these people who are leading this country in the name of a political party. Political party രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറയുന്നത് പാർട്ടിയല്ല. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു, ഈ രാജ്യം ഭരിച്ചിരുന്നു. ക്ഷമിക്കുക, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു, രാജ്യം ഭരിച്ചിരുന്നു. രാമൻ രാഷ്ട്രീയക്കാരനാണ്. പക്ഷേ ധർമ്മം നിലനിർത്തുവാൻ പാർട്ടിയില്ലാതെ രാഷ്ട്രീയമാകാമെന്ന് പഠിപ്പിച്ച, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പാർട്ടിയമല്ല, രാഷ്ട്രത്തെ സംബന്ധിച്ചതാണ് രാഷ്ട്രീയം, പാർട്ടിയെ സംബന്ധിച്ചത് പാർട്ടിയമാണ്. അതങ്ങ് പാർട്ടി ഓഫീസുകളിൽ വെച്ചാൽ മതി. അതിവിടെ വേണ്ട. ഇവിടുത്തെ അയ്യഭക്തന്മാരുടെ രാഷ്ട്രീയം ഈ നാടിനെ പെറ്റമ്മയായി കാണുവാൻ പഠിപ്പിച്ച
സമർപ്പിച്ച് സ്വന്തം രക്തം ചിന്തയും മാതൃരാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പാരമ്പര്യത്തിന്റെ രാഷ്ട്രീയമാണ്. അതിവിടെ നിലനിൽക്കട്ടെ. വീടുകളിൽ കിടന്നിറങ്ങാതെ രാമനാമം മാത്രം ജപിച്ചിരിക്കാതെ ഇതാ ഈ ഒരു വീൽ ചെയറിൽ വന്നിരിക്കുന്നവരാണ്. അമ്മയെ ഞാൻ പ്രണയിക്കുകയാണ്. ഇന്ന് ആരോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭക്തി തോന്നുന്നത്, അതുപോലെ തന്നെ വിനയപൂർവ്വം സംസാരിക്കാൻ തോന്നുന്നത്, അതുപോലെ തന്നെ എനിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ തോന്നുന്നത്, ആ അമ്മയാണ്. അമ്മയ്ക്ക് നടക്കാൻ നിവൃത്തിയില്ല, വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. ഇത് അയ്യപ്പന്റെ സംസ്കാരമാണ്. തന്റെ ശരീരത്തിനെ പോലും വകവയ്ക്കാതെ, തന്റെ പരാജയങ്ങളെയും തന്റെ പരിമിതികളെയും വകവയ്ക്കാതെ ഭഗവാന്റെ പേരിൽ എല്ലാം മറന്ന് സ്വന്തം നാടിനെ സ്നേഹിക്കുവാൻ, സ്വന്തം സംസ്കാരത്തെ വളർത്തുവാൻ, പുലർത്തുവാൻ കാണിക്കുന്ന ആ മഹാമനസ്കതയ്ക്ക് അയ്യപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇവിടെ വന്നെത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും, എല്ലാ അതിഥികളും വിളിക്കുന്നില്ല. യു ആർ നോട്ട് ജസ്റ്റ്, യു ആർ നോട്ട് അവർ ജസ്റ്റ്, സോ യു ആർ ഓൾ ഇൻ ദി ഫാമിലി ഓഫ് അയ്യപ്പ പന്തളം. സോ എന്റെ എല്ലാ പ്രാർത്ഥനകളും സമർപ്പിച്ചുകൊണ്ട് അല്പം സമയം കൂടുതലെടുത്തു, അതിന് സംഘാടകരെ ക്ഷമിക്കുമല്ലോ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് 7 മണിക്ക് എനിക്ക് ശ്രീകാര്യത്തിൽ എത്തേണ്ടതുണ്ട്. എങ്കിലും നിങ്ങളെ കാണുമ്പോൾ സന്യാസിക്ക് വികാരം പാടില്ല എന്നൊക്കെ പറയുമെങ്കിലും ഒരു ധാർമ്മിക വികാരം ഒരല്പം മനസ്സിലേക്ക് Swami, all the Pujya Swamiji on the dais, and all the Ayyappa Swami Bhaktas assembled today, my Sashtanga pranams to all of you. Will you need a translation from English to Malayalam, or can I speak in English? You need translation? Friends, we all have assembled today on the first day of Navaratri. This is the beginning of establishing a Dharma Samrajya in Kerala, and today begins the Sharan Navaratri festivities. There could not have been a better occasion than today to assemble for this Dharma Samrakshana Karyakram. Pujya Swamiji and Annamalai have already covered a lot of issues. I want to highlight only 2-3 aspects. I was very surprised, like most of you, when I first learned that the atheist, anti-Hindu, communist government is organizing the Global Ayyappa Conference. There cannot be anything more ironical or hypocritical than an atheist, communist government organizing a Ayyappa festival or Ayyappa convention. In Kannada we have a saying, I am sure a version of it is there in Malayalam also. Bhutada Bayali Bhagavad Gita. It means devil quoting the scriptures. The communist organizing a global Ayyappa conference is equal to mutton shop owners organizing a welfare conference for goats and chickens. This is the hypocrisy, this is the irony in this. By definition, by doctrine, and by admission, the communist does not believe in God. Both Marx as well as Stalin, not our Tamil Nadu Stalin, even the original Stalin, both said that religion is the opium of the masses. The communist does not believe in God. The communist by his belief wants to destroy people's belief in God.
But it is only here in Kerala that a communist government is today organizing a drama, trying to hoodwink people by organizing the Global Ayyappa Conference. I saw the photographs of the conference. There were more empty chairs than the devotees, because people know who are the real devotees of Ayyappa. This program organized today does not have the support of the government, but there are people standing till there, thousands of people walking and coming, because this is organized by the real devotees of Ayyappa. People have seen through this duplicity. Anna, you were speaking in your speech about Stalin. You spoke about the DMK model. You spoke about how Pinarayi Vijayan has invited Tamil Nadu CM to come here. What has surprised me is why Pinarayi Vijayan and the communist government has not invited another anti-Hindu CM, Siddaramaiah of Karnataka. All the three should have come here. That would have completed this list of anti-Hindu guests. The Trimurtis, the curse of anti-Hindu in southern India. The communists and the Dravidians in Tamil Nadu and their extension in Karnataka, that is the Congress under Siddaramaiah, all operate in the same model. The biggest example for this is the conspiracy to destabilize and destroy the faith in Dharmasthala. All of you have been following. Suddenly one day, just 2 months ago, one random YouTuber makes a video and he claims that more than 1,000 murders have taken place in the holy town of Dharmasthala. The very next day, a so-called sanitary worker and an ex-employee of Dharmasthala wearing a mask, his identity is not known, his face is not shown. This person comes up before the media, goes and meets the police and says he himself has buried more than 1,000 dead bodies in Dharmasthala. Suddenly 25-30 lawyers, all with communist background, activists, journalists, everybody start coming and meeting the Chief Minister. And they make a request to the Chief Minister asking to constitute a special investigation team. The first reaction of the CM was that he said we cannot institute a SIT. What did these communist activists do then? The very next day, they write an open letter to Chief Minister of Tamil Nadu and Chief Minister of Kerala. And they ask Chief Minister of Tamil Nadu and Kerala to constitute an SIT. Just understand the nexus between the three people. The communists, YouTubers, some unnamed person, they make baseless allegations against Dharmasthala temple, say 1,000 murders have taken place. The person says, I will identify the places where the bodies are buried. They request an SIT to be constituted. And they ask Chief Minister of Tamil Nadu and Chief Minister of Kerala to constitute SIT if Karnataka government does not. Because the communists knew that if Siddaramaiah will not, then they will get support from anti-Hindu Stalin and anti-Hindu Pinarayi Vijayan. The very next day, Siddaramaiah constitutes an SIT. For 16 full days, this masked man goes on identifying one place after another. More than 100 policemen go and dig open the graves or so-called graves. 16 days this drama continues.
In not one place, not even a single skeletal bone was found. And after the end of 16 days, the Siddaramaiah government and its anti-Hindu mindset was exposed. Did you know what they did on the 17th day? The chief minister asked the deputy CM and his cabinet ministers to immediately go to Dharmasthala as pilgrims. And this is the same drama that is being played out here in Sabarimala in Kerala. The same Muruga conference that Annamalai spoke of. These are the same people who try to destroy our temples. The moment their agenda is exposed, they come and act as though they are saviors of our traditions. My only request to you is this: we should not let the communists and their co-conspirators hoodwink the people of the state. Both Annamalai ji and I have not come here as guests. More than people of Kerala, millions of devotees come to Ayyappa Swami to take his darshana, put mala for 40 days from Karnataka and Tamil Nadu. We have come as representatives of the devotees of these millions of the Ayyappa Swami devotees. We have come here as devotees of Ayyappa. And our resolve is very simple: that our traditions, our temples, our festivals, this will be protected. Annamalai ji spoke of the Sabarimala temple and the master plan. I have visited Sabarimala multiple times. We have seen how inadequate the facilities are for the devotees who come there. The toilets are not clean. The Pamba river is still not maintained in a proper clean manner. There are no adequate dharmshalas made for pilgrims who come here. And the state government has announced a 50-year master plan. Have you looked at the master plan? It is for 50 years. And the total budget they have allocated is 1,000 crores. 1,000 crores over 50 years. Annamalai ji mentioned how much donations Sabarimala Ayyappa gets every year. On an average, the temple receives 400 crores of donations every year. In 4 years, the temple would have collected 1,200 crores. But the total amount the communist government wants to spend over 50 years on this master plan is 1,000 crores. By 50 years, neither you nor our grandchildren will be able to benefit. They are not in a hurry to build any of this infrastructure. The kind of hurry they show in these gold scam, the mining scam, to amass wealth for their children, for their future generations, the Communist Party government here in Kerala is not showing for Sabarimala temple. This is just a hoodwinking strategy that the communists have mastered over so many years. Friends, I also want all of you to appreciate one more fact about the communists. The communists are 420 fraudsters, original fraudsters in every aspect. Look at the way they call themselves, the names they use. They call themselves democratic. You look at any communist organization, their organization name will have socialist, democratic, liberal. But the communist is never democratic. He is never liberal. But their names will have liberal and democratic. Because that is how they try to hoodwink the people. My request to all of you again is this: whether it is Siddaramaiah in Karnataka, M.K. Stalin in Tamil Nadu, or Pinarayi Vijayan in Kerala, they are all wearing the same anti-Hindu mask that needs to be removed. We all have assembled today to pledge and resolve to protect the traditions of the Sabarimala temple
I demand this state government that before you on the moral authority, the Naitika Shakti, the moral right to organize a temple, organize a global conference of Sabarimala Ayyappa devotees, you should do two things primarily. First, change the affidavit in Supreme Court and put a fresh affidavit saying we will respect the traditions of this land. Second, you cannot organize a global Ayyappa conference while you file false cases on thousands of Ayyappa devotees in Kerala. From 2017 and 18 protests, thousands of Ayyappa, Sabarimala Ayyappa devotees who participated in the peaceful Nama Japa Yatra, thousands of cases are filed against them. If you are really committed to the cause of Lord Ayyappa, withdraw the cases tomorrow and then come before the public if you have an issue. Without changing the affidavit and without withdrawing these cases against Ayyappa devotees, this communist government and this atheist chief minister and the anti-Hindu, anti-Sanatana Dharma chief minister have no moral right to speak about Lord Ayyappa and Sabarimala devotees. This fight that has started today on the auspicious occasion of Navaratri will continue, and just like Dharma won in all the fights, whether it was in Dwapara Yuga, Treta Yuga, or whether it was the fight of Dharma Sastra, even in Kerala, this anti-Hindu, anti-Sanatana Dharma, atheist, communist government will be booted out, and a Bharatiya Janata Party, tradition-respecting government will come to power in Kerala with the blessings of the people. This is the resolve that we are doing today. I once again thank the organizers of this Sangamam for giving both of us this opportunity to come here and take all of your blessings and be a part of this Dharma Yuddha campaign. Bharat Mata ki Swami Sharanam Ayyappa. Namaskar. Thank you, Mr. Surya. I invite a Srila teacher to hand over the Ayyappa to Mr. Surya. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് മണികണ്ഠൻ ജനിച്ചു വളർന്ന ഈ പന്തളം രാഷ്ട്രത്തിന് നൽകിയ പ്രമുഖമായ വ്യക്തിത്വം ശ്രീ ജെ നന്ദകുമാർ. പ്രജ്ഞാപ്രവാഹ ദേശീയ സംയോജകൻ എന്നുള്ള നിലവിൽ നിർവഹിക്കുന്ന അദ്ദേഹം കേരള സംസ്ഥാന സഹപ്രാന്തപ്രചാരകൻ, ക്ഷേത്രീയ ബൗദ്ധികപ്രഭു, അഖില ഭാരതീയ പ്രജാപ്രമുഖ തുടങ്ങിയ നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെ കാലമായി രാഷ്ട്ര സേവനാർത്ഥം സംഘപ്രചാരകൻ എന്ന മഹത്തായ ചുമതല നിർവഹിക്കുന്ന ശ്രീ ജെ നന്ദകുമാർ എന്ന നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. സ്വാമിയേ പരമപൂജനീയരായ സന്യാസി ശ്രേഷ്ഠന്മാരെ, കേരളത്തിലെ വിവിധ ഹൈന്ദവ സംഘടനകളെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ആചാര്യ ശ്രേഷ്ഠരെ, ഇന്നത്തെ ഈ പുണ്യതരമായ മഹത്തരമായ പവിത്രമായ ഈ സംഗമത്തിൽ നമ്മളോടൊപ്പം ചേരാൻ എത്തിച്ചേർന്ന ശരിയായ യഥാർത്ഥ അയ്യപ്പ ഭക്തരായ, ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട അണ്ണാമലയും അതേപോലെ പ്രിയങ്കരനായ തേജസ്വി സൂര്യയുമൊക്കെ എല്ലാ വർഷവും വ്രതമെടുത്ത്
വ്രതമെടുത്ത് ഒരു VIP പരിഗണനയ്ക്കും കാത്തു നിൽക്കാതെ ശബരിമലയിൽ ദർശനം നടത്തുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്തിയ ബഹുമാനപ്പെട്ട അണ്ണാമലൈക്ക് ശ്രീ സൂര്യ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എന്ത് കഴിക്കാനാണോ എന്തറിയാനാണോ നമ്മളിവിടെ വന്നത്, ഏത് പ്രേരണ ഏറ്റുവാങ്ങാനാണോ ഇവിടെ എത്തിയത്, അത് എല്ലാം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അത്യുജ്വലമായ പ്രഭാഷണങ്ങൾ, പ്രേരണാദായകങ്ങളായ മാർഗദർശനങ്ങൾ എൻ്റെ മുന്നേ ഇവിടെ പ്രസംഗിച്ചതായ ഓരോരുത്തരും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ദീർഘമായ എന്തെങ്കിലും പറയണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നോട് ഈ പരിപാടിയിൽ സംബന്ധിക്കണം എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട വത്സന്ത് ലങ്കേരിയും മറ്റ് പ്രവർത്തകന്മാരും പറഞ്ഞ കാര്യം തന്നെയാണ് അഡ്വക്കേറ്റ് അനിലും ഇപ്പോൾ സൂചിപ്പിച്ചത്. ഒരു പന്തളംകാരൻ എന്ന നിലയ്ക്ക് ഇതിൽ പങ്കെടുക്കണം എന്ന്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ആദേശമായി ആത്മീയ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം നിങ്ങളോട് സൂചിപ്പിച്ച് ഞാൻ പിൻവാങ്ങിക്കൊള്ളാം. ദൂരങ്ങളിൽ നിന്ന് എത്തിയവരാണ് നിങ്ങളെ ഭൂരിപക്ഷം. ഇനി നടക്കുന്നത് ഒരു പ്രതിഷേധ സംഗമവുമല്ല. ചിലരൊക്കെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആരോ നടത്തിയ ഒരു പരിപാടിക്ക് ബദലായി ഹൈന്ദവ സംഘടനകൾ ഒരു പ്രതിഷേധ സംഗമം നടത്തുന്നു എന്നാണ് പറയുന്നത്. ആരോട് പ്രതിഷേധിക്കാൻ, ആരെ വല്ലതുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ? മാർക്സിസ്റ്റുകളെ. നമ്മുടെ നാട്ടിൽ ചൊല്ലു തന്നെയുണ്ട്, ഒരു പ്രത്യേകതരം മൃഗത്തിന്റെ വാല് അത് വളഞ്ഞേ ഇരിക്കൂ, ഒരിക്കലും അത് നിവർത്താൻ ആർക്കും സാധ്യമല്ലാകും. ജാതിയാറുള്ളത് കൊടുത്താൽ പോകില്ല എന്നും പറഞ്ഞു. ഞാൻ ജാതി സംബന്ധമായ കാര്യമല്ല പറയുന്നത്, ജന്മന ഉള്ളത് തൂത്താൽ പോകില്ല എന്ന് പറഞ്ഞു. നേരത്തെ തേജസ്വി സൂര്യ പറഞ്ഞതുപോലെ വിശ്വസിക്കുന്നത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം, പറയുന്നത് മതാതീത ആത്മീയത. എന്തൊരു വലിയ വൈരുദ്ധ്യമാണ് ഇത് തമ്മിലുള്ളത്. നിങ്ങൾ ഒന്നുകിൽ പറയണം, കൃത്യമായി ജനങ്ങളോട് ഏറ്റുപറയണം, ഞങ്ങൾ മെറ്റീരിയലിസ്റ്റുകളല്ല, ഞങ്ങൾ ഭൗതികവാദികളല്ല. എന്നിട്ട് വേണം ആത്മീയതയെ കുറിച്ച് പറയാൻ. എന്നിട്ട് വേണം അക്ഷരത്വത്തോട് കൂടിയിട്ടാണെങ്കിലും ഒക്കെ ശരണം വിളിക്കാൻ. ഇന്നലെ ഒരു ശരണം വിളി നമ്മൾ കേട്ടു. കല്ലും മുള്ളും കാലിക്ക് മെത്തയാണോ അതോ അദ്ദേഹം പറഞ്ഞത് തന്നെയായിരുന്നോ? കാലി കുത്താണ്. എഴുതി കൊടുത്താണ്. ചിലപ്പോൾ അയാളുടെ അക്ഷരം തെറ്റാണോ, അത് DTP എടുത്തപ്പോൾ പറ്റിപ്പോയ പിഴവാണോ, എന്താണെന്ന് അറിയില്ല. നമ്മളെ ഹിന്ദിയിൽ ചീത്ത വിളിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാലി കുത്ത എന്നാണ്. അങ്ങനെയല്ലോ ആണോ എനിക്ക് സംശയം. ആ കൂട്ടത്തിൽ തന്നെ മറ്റൊരു മഹാത്മാവ്, അതായത് തിരുവിതാംകൂറിലെ മുഴുവൻ ദേവസ്വം വക ക്ഷേത്രങ്ങളുടെയും ചുമതല വഹിക്കുന്ന ഒരു നേതാവ്, അദ്ദേഹം പ്രസംഗിച്ച ആവേശം കൊണ്ട് അവസാനം നിർത്തുമ്പോൾ ഒരു ശരണം വിളിച്ചു. ശരണം വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കിയത് പുറകിൽ ആക്ഷൻ പിന്നിരിക്കൊണ്ട് പ്രത്യേകതരം ആക്ഷൻ കാണിച്ച് ജനങ്ങളെ പോലും പേടിപ്പിക്കുന്ന നമ്മുടെ ബഹുമാന്യരായ അദ്ദേഹം ആക്ഷൻ കാണിച്ച് കൈയടിക്കുന്നതാണ്. അതുകൊണ്ട് ആക്ഷനെ കുറിച്ച് പെട്ടെന്ന് ഓർത്തു. അതുകൊണ്ടായിരിക്കാം സ്വാമിയെ അയ്യപ്പോ അതൊക്കെ മുദ്രാവാക്യം വിളിക്കുന്നത്. എങ്ങനെയാണ് ശരണം വിളിക്കുന്നതെന്ന് അറിയാൻ വേഷം മാറിയിട്ടെങ്കിലും ഇതേപോലെ ഉള്ള പരിപാടിയിൽ വന്നൊന്ന് കാണണം, മനസ്സിലാക്കണം. ഇതിന്റെ തുടക്കത്തിൽ വിളിച്ചു, ശരണം വിളിച്ചു, മന്ത്രവിശുദ്ധിയോടുകൂടി വിളിക്കണം. ശരണം അയ്യപ്പ എന്നത് നവാക്ഷരി മന്ത്രമാണ്. അത് എങ്ങനെയെങ്കിലും ഉച്ചരിക്കേണ്ടതല്ല, എന്തെങ്കിലുമൊക്കെ ആക്ഷൻ കാണിച്ച് ഉച്ചരിക്കേണ്ടതല്ല. ആ കൂട്ടത്തിൽ തന്നെ അവിടെ ഒരു പ്രഭാഷണം നടന്നു, ഒരു പ്രസംഗം. സത്യത്തിൽ ഹിന്ദു സമൂഹത്തിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പുന്ന വിധത്തിലാണ്. അയാളെന്തോ ഔദാര്യം തരികയാണ് നമുക്ക്. ഇട്ടെറിഞ്ഞു തരുന്ന ഔദാര്യമാണ് ക്ഷേത്രഭരണം. ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, നിങ്ങൾ ഭരിച്ചു മുടിച്ചത് കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങളോട് പറഞ്ഞ് ദേവസ്വം ബോർഡ് ഉണ്ടാക്കി ഭരിക്കാൻ. ഈ മനുഷ്യന് ചരിത്രവും അറിയില്ല. കേരളത്തിലെ ദേവസ്വം ബോർഡ് എങ്ങനെ നിലവിൽ വന്നതാണ്? നിലവിൽ വരാനുള്ള കാരണം ഉണ്ടായിരുന്നു. മൺട്രോ എന്നൊരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇദ്ദേഹം ദേവസ്വ ഭരണ സംവിധാനം കൊണ്ടുവരുന്നതിന് വേണ്ടിയും അവിടെ നിന്ന് ക്ഷേത്ര ഭരണത്തിന് മേലെ പിടിമുറുക്കാനും ക്ഷേത്ര സ്വത്തുകൾ കൈയാളാനുമുള്ള ഗൂഢമായ ബ്രിട്ടീഷ് പരിശ്രമം അതിന്റെ പിന്നിലുണ്ടായിരുന്നു. എന്നിപ്പോ നമ്മളോട് പറയുന്നത്, ഞങ്ങൾ ഔദാര്യം കൊണ്ട് നിങ്ങളെ നന്നാക്കാൻ. ഏതാണ്ട്
സാഹിത്യം ഇത് തന്നെയാണ് കണ്ടു പറഞ്ഞത്. സാഹിത്യം നമ്മളെ ഭരിക്കുന്നത് തന്നെ ഒരുതരം ഔദാര്യമാണ്. ഒരുതരം ഔദാര്യം. എന്താ ഔദാര്യം? വൈറ്റ് മെൻസ് ബർഗൻ, അതേപോലെ ഇപ്പൊ റെഡ് മെൻസ് ബർഗനാണ് നമ്മളെ നന്നാക്കുക. കേരളത്തിലെ ഹിന്ദുക്കളെ ഒന്ന് മെച്ചപ്പെടുത്തുക, മനുഷ്യരാക്കുക എന്ന കർത്തവ്യം ഏറ്റെടുത്താണത്രേ ഇദ്ദേഹം ഇത്ര ത്യാഗം സഹിക്കുന്നത്. ഇത്ര വലിയ ത്യാഗമാണ്. എത്ര രൂപയാ പാവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചു, വഴിയുണ്ടാക്കി, റോഡുണ്ടാക്കി, കുളമുണ്ടാക്കി, എന്തെല്ലാം ഉണ്ടാക്കി നമുക്ക് തന്നു. എന്നിട്ടും തൃപ്തി വരുന്നില്ല. നിങ്ങൾ പറയുന്നത് ക്ഷേത്രഭരണം മോചിപ്പിക്കണമെന്നാണല്ലോ പറയുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ നിലയിലുള്ള നിലപാടെടുക്കുന്ന ആളെ സത്യത്തിൽ ഞാൻ പറഞ്ഞത് നമ്മുടെയൊക്കെ മുഖത്ത് കാർക്കിച്ചു തുപ്പുകയാണ്. നമ്മുടെയൊക്കെ മുഖത്ത് കാർക്കിച്ചു തുപ്പുന്ന വിധത്തിലാണ് ഈ ഔദാര്യ പ്രഖ്യാപനം നടത്തുന്നത്. ഇതിന് സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഒരു പറച്ചിലുണ്ട്, അല്പത്തം പറയുക എന്ന്. അതുകൊണ്ട് എനിക്ക് ഇത്തിരി കടുത്ത വാക്കാണെങ്കിൽ പോലും അയ്യപ്പ സംഗമമാണ് അവിടെ നടന്നത്, ഈ പറഞ്ഞ സംഗമമാണ് നടന്നത്. ഏതാണ്ട് വൃത്തമൊക്കെ ചേർന്ന് വരും, അല്പസംഗമം അതാണ് നടന്നത് എന്ന് എനിക്ക് തോന്നാറ്. അതാണ് ഇത്തരം കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തെ ചൂടും തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അത് എത്രയോ കാലമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ കാലമായി. ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്തിന്റെ പേരിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്? നമ്മൾ ചരിത്രം പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന്റെ നിഷ്കളങ്കതയെ ചൂഷണം ചെയ്തിട്ടാണ് EMS നമ്പൂതിരിപ്പാട് അധികാരത്തിലേക്ക് വന്നത്. അതും ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ ചൊല്ലി, ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ ചൊല്ലി. ശബരിമല തീവെപ്പ് കേസിന്റെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. ഞങ്ങളെ ജയിപ്പിച്ചാൽ എന്നിവിടുത്തെ പാവപ്പെട്ട ഹിന്ദുക്കളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഏതാണ്ട് ഇപ്പോഴും അതേപോലെ ഒരു തട്ടിപ്പിന് ശ്രമിക്കുകയാണ്. ഒരു മൂന്നാം വട്ടം തുടരാൻ ഇവിടുത്തെ ഹിന്ദുക്കളെ വഞ്ചിക്കേണ്ടത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് വീണ്ടും അതേ ആയുധം പുറത്തെടുത്ത് ഈ വലിയ നിക്ഷേപക സംഗമം പമ്പാതീരത്ത് നടത്തിയത്. എത്ര വലിയ സൗകര്യങ്ങൾ നൽകി, എല്ലാവിധ ഭീഷണികളും ഉപയോഗിച്ചുകൊണ്ട് വിവിധ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ, തൊഴിലാളികളെ അവിടുന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ഈ പരിപാടി നടത്തി. ഇവിടെ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, സ്വാമിജി കൊടും ചൂടായിരുന്നു ഇവിടെ, പക്ഷേ നമുക്കൊരു വിഷമം ഉണ്ടായില്ല. പമ്പയിലായിരുന്നെങ്കിൽ ശീതീകരിച്ച വലിയ ഹാളായിരുന്നു, എന്നിട്ടും നമ്മളാരും അവിടെ പോകാൻ തയ്യാറായിരുന്നില്ല. കാരണം അറിയാമായിരുന്നു അത് ഭക്തന്മാരുടെ സമ്മേളനമല്ല, ഭക്തന്മാർക്ക് വേണ്ടിയിട്ടുള്ള സമ്മേളനമല്ല, വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള സമ്മേളനം അല്ല എന്ന്. അല്ലായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോടതിയുടെ മുമ്പാകെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടേതല്ല എന്ന്. ഇവിടെ നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. 2018 ഒക്ടോബർ മാസം 12-ാം തീയതി ഹൈക്കോടതിയിൽ സമർപ്പിച്ച മറ്റൊരു അഫിഡവിറ്റ് ഉണ്ട്. ഇവിടെ നേരത്തെ വത്സന്തലിനെ കുറിച്ച് പറഞ്ഞു. ആ അഫിഡവിറ്റ് അഡ്വക്കേറ്റ് PG മോഹൻദാസ് കൊടുത്തൊരു കേസുണ്ട്. അതായത് വിഗ്രഹാരാധകരല്ലാത്തവരെ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കയറ്റരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് കൊടുത്ത കേസാണ്. ആ കേസ് വാദത്തിൽ വരുമ്പോ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ എന്താണ് പറയുന്നത് എന്നിവിടുത്തെ ഓരോ ഹിന്ദുവും ആവർത്തിച്ച് മനസ്സിലാക്കണം. പറയുന്നത് ശബരിമലയെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കണമെങ്കിൽ വഖഫിനോട് ചോദിക്കണം എന്നാണ്. വഖഫ് ബോർഡുമായി ചർച്ച ചെയ്യണം എന്നാണ്. അതുപോലെ കാരണം എന്താ, ഇത് ഹിന്ദുക്കളുടേതല്ല. രണ്ടാമത് ക്രൈസ്തവ സഭകളുമായി ചർച്ച ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോ വഖഫ് ബോർഡും അതേപോലെ ക്രൈസ്തവ സഭകളോടും ചർച്ച ചെയ്തു വേണം ശബരിമലയെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കാമെന്ന് കോടതിയുടെ മുമ്പാകെ പറയാൻ ധാർഷ്ട്യം, ധിക്കാരം കാണിച്ച ഈ ഗവൺമെന്റ്, ഇതേ ഗവൺമെന്റാണ്. അവർക്ക് പൂർണ്ണമായ ഉദ്ദേശ്യം ഈ ക്ഷേത്രത്തെ തകർക്കുക, ക്ഷേത്രത്തെ ഇല്ലാതെയാക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഡയമണ്ട് കാർഡും സ്വർണ്ണ കാർഡും വെള്ളിക്കാർഡും ഒക്കെ കൊടുത്ത് 1 കോടി തരികയാണെങ്കിൽ ഇത്ര നേരം ശബരിമല ശ്രീകോവിലിന്റെ മുൻപാകെ നിൽക്കാനുള്ള അവസരം കൊടുക്കും, അത്രയും തരിക. ഇനി അത് 10 ലക്ഷമാണെങ്കിൽ ഇത്ര എടുത്തു വരെ എത്താം. അവിടെ സുഖമായി 5 ദിവസം തൊഴാം. ആ സമയത്ത് ഇവിടുത്തെ പാവപ്പെട്ട ഭക്തന്മാർ അവിടെ നിന്ന് നട്ടം തിരിയണം. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനില്ലാത്തവണ്.
അല്ലെങ്കിൽ 1 കോടിയോ 10 കോടിയേക്കാൾ കൂടുതൽ കൊടുത്താൽ ഈ ശബരിമലയിലെ ശ്രീകോവിലിന്റെ അകത്ത് കയറ്റി അയ്യപ്പന്റെ സ്ഥാനത്ത് ഇരുത്തുമോ നിങ്ങൾ? അതും ചിലപ്പോൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഉണർന്നില്ലെങ്കിൽ, നമ്മൾ നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് ബോധ്യപ്പെട്ട് മുന്നോട്ട് വരാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അതും സംഭവിച്ചു എന്ന് വരാം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കരുതലോട് കൂടി ഇരിക്കണം. ഒരേ ഒരു ഗുണം സംഭവിച്ചിട്ടുണ്ട് ഈ ഇന്നലെ നടന്ന അല്ലെങ്കിൽ നടന്ന സമ്മേളനത്തിൽ. ഇവിടെ നേരത്തെ അതിലൊന്ന് തൊട്ടു തുറക്കാൻ എന്ന് തുടങ്ങുന്ന ശ്ലോകം എങ്ങനെയെല്ലാമോ അങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടി പറയാൻ തുടങ്ങി. അതിന്റെ ശരിക്കുള്ള അർത്ഥം ഒന്ന് പഠിക്കാൻ തയ്യാറായിട്ട് തന്നെ ബഹുമാനപ്പെട്ട മൈത്രി, കരുണ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള സാധനമാണ് ഈ സാധനം. ദൈവമേ, മൈക്ക് അല്പം കേടായി പോയാൽ ആ മൈക്ക് ഓപ്പറേറ്ററെ തല്ലുക അതൊക്കെ ചെയ്യുന്ന ആളാണ്. നിർമ്മമോ നിരഹങ്കാര മൈത്ര കരുണ ഏവച്ച. എന്താണ് ശരി? He may not go further to 6 chapters. Let him start from first chapter itself. In the 3rd chapter, 6th sloka, it is about him. അദ്ദേഹത്തെ കുറിച്ചാണ് ആ 3-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകം. മിഥ്യാചാര ലക്ഷണം, ഹിപ്പോക്രൈറ്റിന്റെ ലക്ഷണം പറയുന്നു. ഹിപ്പോക്രൈറ്റ് കർമ്മേന്ദ്രിയാണി സംയമ്യ യഥാസ്ഥേ മനസാസ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സൗച്യതേ. ആരാണ് മിഥ്യാചാരം? ഇവിടെ ഹിപ്പോക്രസിയെ കുറിച്ച് തേജസ്വി സൂചിപ്പിച്ചു നേരത്തെ. മിഥ്യാചാരൻ ആരാണ്? കർമ്മേന്ദ്രിയാണി സംയമ്യ, തന്റെ കർമ്മേന്ദ്രിയങ്ങളെ മുഴുവൻ സംയമിപ്പിച്ചു എന്ന് എല്ലാവരോടും പറയുക. ഇദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ എന്റെ കൈ ശുദ്ധമാണ്, എന്റെ പോക്കറ്റിലൊന്നുമില്ല, മടിയിലുള്ളവനെന്റെ അങ്ങനെയൊക്കെയുള്ള തൊഴിലുകളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കർമ്മേന്ദ്രിയാണ് സംയമ്യ, ഞാൻ സംയമിച്ചു. പക്ഷേ ഭഗവാൻ പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ ഒരു കാര്യമുണ്ട്. നിങ്ങള് ഈ പുറത്തിലെല്ലാം പറയുകയും അകത്ത് സദാ ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഇത്തരം ഒരു സഭയിൽ അതിനെ കുറിച്ച് പറയാൻ തയ്യാറാവുന്നില്ല. ചിന്തിക്കുന്നത് മുഴുവൻ അർത്ഥത്തെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ഈ ഡയമണ്ട് കാർഡൊക്കെ കൊടുക്കാൻ നിശ്ചയിച്ചത്. അദ്ദേഹത്തിന് ഈ ഡയമണ്ടിനോടും സ്വർണത്തോടും ഒക്കെ വളരെ പ്രിയമാണ്. അതുകൊണ്ടാണ് അപ്പോ ഇന്ദ്രിയാത്മാ മിഥ്യാചാര സൗച്യതയെ അവരെയാണ് മിഥ്യാചാരന്മാരെന്ന് പറയുന്നത്. അതുകൊണ്ട് 12-ാം അധ്യായം വരെയൊന്നും പോകേണ്ട 3-ാം അധ്യായത്തിലെ കർമ്മയോഗത്തില് ഈ മിഥ്യാചാര ലക്ഷണമെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ജനങ്ങളിതൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ജനങ്ങളിതൊക്കെ മനസ്സിലാക്കുകയാണ്. മനസ്സിലാക്കിയ ജനങ്ങൾ ഒത്തൊരുമിച്ച് കൂടുകയാണ്. ഒത്തൊരുമിച്ച് കൂടി അവരവരുടെ ഭാവിയെ കുറിച്ചുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ മുന്നോട്ട് വരും. യാതൊരു സംശയവും അതിലില്ല. ഒരു തവണ അബദ്ധമൊക്കെ പറ്റാം ഈ ഹിന്ദുക്കൾക്ക്. ചിലപ്പോൾ അത് 2 തവണയും ആയിരിക്കും വരാം. പക്ഷെ 3-ാം തവണ വിഡ്ഢികൾക്ക് പോലും അബദ്ധം പറ്റില്ല എന്ന് പറയും. അതുകൊണ്ട് ഈ നാട്ടിലെ ഹിന്ദുക്കൾ ഇവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിൽ മറുപടി കൊടുക്കണം. മനസ്സിലാക്കാൻ കഴിയുന്ന ഒറ്റ ഭാഷയുള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. തേജസ്വി സമാപിപ്പിച്ചത് അത് പറഞ്ഞിട്ടാണ്. ഏത് ഭാഷയാണ് ഇവർക്ക് മനസ്സിലാകുക? ഇനിയെങ്കിലും ഈ വസ്തുതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജാതിയും വർഗവും കൊടിയച്ച കൊടികളും കൊടിയച്ച മരങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഒരൊറ്റ പതാകയ്ക്ക് കീഴെ നമ്മുടെ ദേശീയ സ്വത്വത്തിന്റെ, നമ്മുടെ ഭാരതീയ അഭിമാനത്തിന്റെ ആ കാവിക്കൊടിയുടെ കീഴിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നതിൽ യാതൊരു സംശയവുമില്ല. ഏത് രാവണനും പരാജയപ്പെടും, ഏത് ദുര്യോധനും പരാജയപ്പെടും. ഒരു ദുര്യോധനൻ പറഞ്ഞു എന്ന് ആരോപിക്കപ്പെടുന്നുണ്ട്. പക്ഷെ മഹാഭാരതത്തിൽ ആ ശ്ലോകം കാണാനില്ല. ഞാൻ ആ ചർച്ചയ്ക്കല്ല പുറപ്പെടുന്നത്. പക്ഷേ ദുര്യോധനൻ പറഞ്ഞിട്ടുണ്ട് ഒരു സന്ദർഭത്തിൽ, എനിക്ക് ധർമ്മം എന്താണ് എന്ന് അറിയാം, പക്ഷേ ഞാനത് ചെയ്യില്ല. അധർമ്മം എന്താണെന്നും എനിക്കറിയാം, അതിൽ ഒരു നിവൃത്തിയുമില്ല എനിക്ക്. അങ്ങനത്തെ ഒരു പരിധിയിലാണ് ഇങ്ങനെ എത്തിപ്പെട്ടിരിക്കുന്നത്. എന്താണ് ചെയ്യണമെന്നൊക്കെ ചിലപ്പോൾ അറിയുമായിരിക്കാം, പക്ഷേ അത് ഞാൻ ചെയ്യില്ല. ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി, ജാനാമി അധർമ്മം നചമേ. ഒരു
നിർത്തിയില്ല, അധർമ്മത്തിൽ കരകയറാൻ നിർത്തിയില്ല, കമ്മ്യൂണിസത്തിൽ നിന്ന് കരകയറാൻ അദ്ദേഹത്തിന് നിർത്തിയില്ല. ഹിന്ദുത്വം എന്താണെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരിക്കാം, പക്ഷേ അത് ചെയ്യാനും നിർത്തിയില്ല. കമ്മ്യൂണിസം എന്താണെന്ന് അറിയാം, അതിൽ നിന്ന് വിടുതൽ നേടാനും കഴിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഇവർക്ക് മനസ്സിലാകുന്ന ഒരൊറ്റ ഭാഷയുള്ളൂ. ആ ഭാഷയിൽ കൂട്ടുമുട്ട ശക്തമായ അസ്ത്രമാണ്. ആ അസ്ത്രം ഉപയോഗിക്കാൻ, ആ ശരം ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. വാൽമീകി രാമായണത്തിൽ ആ അന്തിമ ഒരർത്ഥത്തിൽ രാമരാവണ യുദ്ധത്തിന് സമാനമായ ലക്ഷ്മണകുമാരനും ഇന്ദ്രജിത്തും തമ്മിലുള്ള യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ ആദ്യഘട്ടത്തിൽ മായായുദ്ധത്തിൽപ്പെട്ട് ലക്ഷ്മണൻ മൂർച്ഛിതനാവുന്നുണ്ട്. മൃതസഞ്ജീവനിയൊക്കെ കൊണ്ടുവന്ന് വീണ്ടും ജീവൻ കിട്ടി. ലക്ഷ്മണൻ യുദ്ധം ചെയ്യുകയാണ് രാവണ സമാനനായ ഇന്ദ്രജിത്തിനോട്. ഇന്ദ്രനെ പരാജയപ്പെടുത്തി കൊണ്ടുവന്ന അച്ഛന്റെ സിംഹാസനത്തിന്റെ കാലിൽ കെട്ടിയിട്ട മഹാപരാക്രമി ലക്ഷ്മണനോട് ഏറ്റുമുട്ടുമ്പോ അവസാനം ലക്ഷ്മണൻ ഒരു ശരമെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരു മന്ത്രം ചെയ്തു. അത് വാരണാസ്ത്രമായിരുന്നില്ല, നാരായണാസ്ത്രവുമായിരുന്നില്ല. ആ അസ്ത്രത്തിൽ ജപിച്ച് അദ്ദേഹം അയക്കാൻ തയ്യാറായത് രാമമന്ത്രമാണ്. ആ രാമമന്ത്രമാണ് നമുക്കും ജപിക്കാറുള്ളത്. എന്താണ് രാമമന്ത്രം? സത്യാത്മാ ധർമാത്മാ സത്യസന്ധസ്ഥ രാമോ ദാശരഥി പൗരുഷേത പ്രതിദ്വന്ദ്വസ്ഥ ശരൈനം ജഹിരാമണി. എന്റെ ജ്യേഷ്ഠനായ ധർമാത്മാവായ രാമൻ സത്യസന്ധനാണെങ്കിൽ, ധർമാത്മാവാണെങ്കിൽ, ഹേ ശരനെ പോയി കൊന്നു വെന്ന് തിരിച്ചു വാ എന്ന് പറഞ്ഞിട്ട് ഒരു ശരമയുന്നുണ്ട്. ഈ രാമായണത്തിലെ വികാരനിർഭരമായ രംഗമാണ്. ആ ശരമാണ് പോയി ഇന്ദ്രജിത്തിനെ, രാവണപുത്രനെ കൊന്നു തിരിച്ചു വരുന്നത്. ഏതാണ്ട് അതേപോലെ നമ്മുടെ ഈ പാരമ്പര്യം, വിശുദ്ധമായ പാരമ്പര്യം, അയ്യപ്പ ഭഗവാൻ പ്രതിനിധാനം ചെയ്യുന്ന ആ പാരമ്പര്യം, തത്വമസി എന്ന ആ മഹത്തരമായ തത്വത്തെ നമുക്ക് തന്ന ആ മഹാദർശനത്തിന്റെ പ്രതീകമായ അയ്യപ്പ ഭഗവാൻ അത് സത്യമാണെങ്കിൽ, അയ്യപ്പൻ സത്യമാണെങ്കിൽ, ഈ ധർമ്മം സത്യമാണെങ്കിൽ, നമ്മുടെ പാരമ്പര്യം സത്യമാണെങ്കിൽ, ത്യാഗത്തിലും സേവനത്തിലൂടെയും വളർന്നു വന്നതാണ് ഈ മഹത്തായ പാരമ്പര്യമെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു മാർക്സിസ്റ്റുകാരനും ഈ ക്ഷേത്രങ്ങളെയും അയ്യപ്പ പാരമ്പര്യത്തെയും തടയാനോ തടുക്കാനോ കഴിയില്ല. അവരെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി ദൃഢപ്രതിജ്ഞരായി മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാക്കണം. ഈ അയ്യപ്പ സംഗമം ആഹ്വാനം ചെയ്യുന്നത് നമ്മളോടാണ്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നുള്ള കാര്യമല്ല. നമ്മൾ ചെയ്താലേ മതിയാവുകയുള്ളൂ. അത് ചെയ്യാൻ സന്നദ്ധരായി മുന്നിട്ട് വരുവാനുള്ള വിനീതമായ അഭ്യർത്ഥനയോടുകൂടി എന്റെ ഈ വാക്കുകൾ അയ്യപ്പ തൃപ്പാദങ്ങളിൽ, ഭൂതാദിനാഥന്റെ ആ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് പിൻവാങ്ങുന്നു. വന്ദേ മാതരം. സ്വാമിയേ ഒരു ചെറിയ കാര്യക്രമമുണ്ട്. നമ്മുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട വികസന കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ പലവിധമായ ഇടപെടൽ ആവശ്യമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം നമ്മൾ ഈ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി ഇവിടെ നിന്ന് അവതരിപ്പിച്ചതിന് ശേഷം നമ്മൾ എല്ലാവരും കൂടി ശരണമൊഴിയോടുകൂടി അത് പാസ്സാക്കണം. ആ പ്രമേയം ഏറ്റുവാങ്ങാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരാധനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ വേദിയിലേക്ക് ക്ഷണിക്കുക. പ്രമേയം